മനുഷ്യനെത്തിപ്പെടാൻ കഴിയാത്ത വനമേഖലയിൽ ഹെലികോപ്റ്റർ മാർഗമുള്ള തിരച്ചിൽ ഇന്നും തുടർന്നു. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തിയത്. സംശയമുള്ള എല്ലാ മേഖലയിലും ഏകദേശം തിരച്ചിൽ പൂർത്തിയായി. അരുൺ കൊടുങ്ങൂരിന്റെ റിപ്പോർട്ട്. ദുർഘടം പിടിച്ച എല്ലാ മേഖലകളിലും ഇന്നും തിരച്ചിൽ നടത്തുകയാണ്. എല്ലാ മേഖലകളിലും സജീവമായി തിരച്ചിൽ നടത്തി വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഹെലികോപ്റ്റർ മാർഗമാണ് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നും തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് എത്ര ടീമാണ് ഈ ഒരു പ്രദേശത്തേക്ക് പോയിരിക്കുന്നത്? ഇന്ന് ഈ ഹെലി ഡ്രോപ്പ് സെർച്ച് ഓപ്പറേഷനിൽ 24 മൊത്തം പോയിട്ടുണ്ട്. 2 ടീം ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതിനകത്ത് 2 കടവ ഡോഗും ഉൾപ്പെട്ടിട്ടുണ്ട്. രണ്ട് ടീമായിട്ട് 2 റിവർ ബാങ്ക് ഇപ്പുറത്തും അപ്പുറം നോക്കാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടിയാണ് അയച്ചിട്ടുണ്ട്. അതായത് ഈ ഹെലികോപ്റ്റർ വഴി എല്ലാ മേഖലകളിലും എത്തി, അതായത് മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത എല്ലാ മേഖലകളിലും കൃത്യമായി എത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന, അത് ഫലം കാണുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ? അതെ, ആ മേഖല വളരെ സ്റ്റീപ്പായിട്ടുള്ള മേഖലയാണ്. കുറച്ച് ടഫായിട്ടുള്ള ടെറേൻ ഉണ്ട്, വാലി പോലെയാണ്. അതിൽ ഈവൻ ഹെലി ഡ്രോപ്പിങ്ങും കുറച്ചുകൂടി പാടാണ്, കുറച്ച് റിസ്കി ഓപ്പറേഷനാണ്. അതുകൊണ്ട് സിവിലിയൻ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ഫോഴ്സ് പോകുന്ന ഒരു രീതിയിൽ ഈ ഓപ്പറേഷൻ തുടരുകയാണ്. ഇനി എത്ര ദിവസം കൂടി ഇങ്ങനെ തുടരേണ്ടി വരും? അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം നിലവിലായിട്ടുണ്ടോ? തീരുമാനമൊന്നും ആയിട്ടില്ല. അത് മേലധികാരി ഒക്കെ നോക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ നിർദ്ദേശം പ്രകാരം ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള പരിശോധനകൾ നടക്കുന്ന ആ പരിശോധന ഏകദേശം ഈ എല്ലാ പ്രദേശങ്ങളിലും എത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അങ്ങനെ ഒരു വിലയിരുത്തൽ? അതെ, ഏകദേശം എല്ലാ സ്ഥലങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട്. പൂഞ്ചേരി മട്ടം, മുണ്ടക്കൈ ഒക്കെ നന്നായിട്ട് ആർമിയും എല്ലാം ഒരുമിച്ച് കേരള പോലീസ് വിഭാഗം എല്ലാം ഒരുമിച്ച് ഇത് സെർച്ച് നടത്തുന്നുണ്ടായിരുന്നു. ഈ ഭാഗം കൂടി സെർച്ച് ചെയ്യാനുള്ള ഇത് ബാക്കിയുണ്ടായിരുന്നു, അത് ചെയ്യുന്നുണ്ട്. തീർച്ചയായും എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു തെരച്ചിൽ അല്ലെങ്കിൽ മണിക്കൂറുകളിലും ഇത്തരത്തിലുള്ള തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.